ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. സൗജന്യ ഡയാലിസിസ് പദ്ധതിക്ക് ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. കാലടി ക്യാറ്റ്സ് ക്ലബ്ബും ട്രോളിൻസ് ഗ്രൂപ്പും ചേർന്നൊരുക്കുന്ന സൗജന്യ ഡയാലിസിസ് പദ്ധതിയായ ക്യാറ്റ്സ് ഹോപ്പിൽ പങ്കാളിയാകാൻ താൽപര്യമറിയിച്ച് ജസ്റ്റിസ് കുര്യൻ ജോസഫ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം അറിയിച്ചത്. ക്യാറ്റ്സ് ക്ലബ്ബും ട്രോളിൻസ് ഗ്രൂപ്പും പങ്കാളികളായ പദ്ധതി പ്രകാരം ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്യുന്ന 20 രോഗികൾക്കാണ് അടുത്ത ഒരു വർഷത്തേക്ക് ആഴ്ചയിൽ ഒരു ഡയാലിസിസിനുള്ള സൗജന്യ കൂപ്പൺ നൽകുന്നത്. 5 ഡയാലിസിസ് രോഗികൾക്ക് കൂടി അടുത്ത ഒരു വർഷത്തേക്ക് ആഴ്ചയിൽ ഒരു ഡയാലിസിസ് ചെയ്യുവാനുള്ള തുകയാണ് ക്യാറ്റ്സ് ക്ലബ് മുഖേന നൽകാൻ ജസ്റ്റിസ് കുര്യൻ ജോസഫ് താല്പര്യം അറിയിച്ചത്. അതിന്റെ പൈസ അങ്ങനെ ഒരുപാട് മാനസിക സംഘർഷം, സമ്മർദ്ദങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ ക്യാറ്റ്സ് ക്ലബിൻ്റെ കാറ്റ്സ് ഐ എന്ന് പറയുന്നതാണ്. കാറ്റ്സ് ഐ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ വലിയൊരു പ്രയോഗമാണ്. ആ ദൃഷ്ടി അവിടേക്ക് ചെന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. എൻ്റെ സംഘാടകരെയും ഭാരവാഹികളെയും ഞാൻ ഹാർദമായി അഭിനന്ദിക്കുകയും ചെയ്തു. നമ്മുടെ ഈശ്വര പ്രാർത്ഥന ഞാൻ ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ എങ്ങനെന്നറിയുന്ന ആത്മചൈതന്യം, ഈ ആത്മചൈതന്യം ഉള്ളവർക്ക് എപ്പോഴും അവരനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. നാരായണ ഗുരുവിൻ്റെ സന്ദേശമാണ് ജോഷി ഓർമ്മിപ്പിച്ചതിനെ കുറിച്ച് സ്വാഗതം പറഞ്ഞു. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവോ അവരുടെ സുഖത്തിനായി വരണം. ഇതിപ്പോൾ നമ്മുടെ ആത്മസുഖത്തിന് ആചരിക്കുന്ന അവരുടെ സുഖത്തിനായിട്ട് വരണം എന്നുള്ളത് യഥാർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഏത് നമ്മുടെ സുഖ സൗകര്യങ്ങളും അത് അനുഭവിക്കുന്ന സമയത്ത് ഇത് അനുഭവിക്കാൻ സാധിക്കാത്തവരെ കുറിച്ചും അനുഭവിക്കാനായിട്ട് സാധ്യതയില്ലാത്തവരെ കുറിച്ചും ഒക്കെ ഒരു ചിന്ത വേണമെന്ന് മാത്രം. കൂടാതെ അടുത്ത വർഷം ക്യാറ്റ്സ് ക്ലബ്ബുമായി ചേർന്ന് ഡയാലിസിസ് മെഷീൻ വാങ്ങി നൽകാനും തയ്യാറാണെന്ന് അദ്ദേഹം അറിയിച്ചു. ചടങ്ങിൽ ക്യാറ്റ്സ് ക്ലബ് പ്രസിഡന്റ് ജസ്റ്റോ പോൾ അധ്യക്ഷത വഹിച്ചു. ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ഡയറക്ടർ ഫാദർ ജേക്കബ് പാലാക്കപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. സൗജന്യ ഡയാലിസിസ് കൂപ്പൺ വിതരണ ഉദ്ഘാടനം ട്രോളിൻസ് ഗ്രൂപ്പ് ജനറൽ മാനേജർ അബ്രഹാം കുരുവിള നിർവഹിച്ചു. ക്ലബ് സെക്രട്ടറി PA ജോയ്, പ്രോജക്ട് കോർഡിനേറ്റർ CD ജോയ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ക്യാറ്റ്സ് ക്ലബ് അംഗങ്ങളും കുടുംബാംഗങ്ങളും കാലടി പള്ളി വികാരി ഫാദർ മാത്യു കിലുക്കൻ, വിവിധ സംഘടനാ പ്രതിനിധികളും ട്രോളിൻസ് ഗ്രൂപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കഴിഞ്ഞ 55 വർഷമായി കാലടിയിൽ പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സന്നദ്ധ സേവന സംഘടനയാണ് ക്യാറ്റ്സ് ക്ലബ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചാരിറ്റി ആൻഡ് ട്രൂത്ത്ഫുൾ സർവീസ് ക്ലബ്. ചില രോഗങ്ങൾ പിടിപെട്ടാൽ അതിൻ്റെ ചികിത്സ ജീവിതാവസാനം വരെ തുടരേണ്ടി വരും. അതിൽ പെട്ട ഒരു അസുഖമാണ് വൃക്ക രോഗങ്ങളും അതിനോടനുബന്ധിച്ച് ചെയ്യേണ്ടി വരുന്ന ഡയാലിസിസും. കഴിഞ്ഞ 3 വർഷക്കാലം ആശുപത്രി മേഖലയിൽ സേവനം ചെയ്യാൻ ന്യൂസ് ബ്യൂറോ, കാലടി.